എല്ലാവർക്കും BBR PSCയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തത്, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം ഏതാണ്? ഷിംല. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം പഞ്ചാബ്. ദ ഫുൾ ഫോം ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അടുത്തത്, നീതി ആയോഗ് ഈസ് എ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇത് സഹകരണ ഫെഡറലിസത്തിൽ പ്രവർത്തിക്കുന്നു. ഇതൊരു ഉപദേശക ചിന്താ ടാങ്ക് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗ് തയ്യാറാക്കിയ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക 2020 ഉൾപ്പെടുന്നത് കയറ്റുമതി ആവാസ വ്യവസ്ഥ, ബിസിനസ് ആവാസ വ്യവസ്ഥ, കയറ്റുമതി പ്രകടനം. ഇനി അടുത്ത പോയിന്റ്, ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വവും പിന്തുണാ സംവിധാനവും സൃഷ്ടിക്കുക എന്നതാണ് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യം. അടുത്തത് നോക്കാം. പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് സാഥി. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. അടുത്ത പോയിന്റ് നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് ഏത്? നീതി ആയോഗ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അടുത്ത പോയിന്റ്, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസനം, മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായി ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. ഈ സഹകരണ ഫെഡറലിസം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭവ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഇപ്പം പറഞ്ഞ ഈ 3 പോയിന്റ്സും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. അടുത്ത നോക്കാം. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. ഏതാണ്? ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. ആസൂത്രണ കമ്മീഷൻ വളരെ ശക്തമായിരുന്നു. അതിന്റെ തകർച്ചയോടെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു. അതേസമയം നീതി ആയോഗ് പ്രാഥമികമായ ഒരു ഉപദേശക സ്ഥാനവും ചിന്താ നാന്ദിയുമാണ്. മനസ്സിലായാലോ? ഇതെല്ലാം PYQ പോയിന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. ആസൂത്രണ കമ്മീഷൻ 1200ഓളം സ്ഥാനങ്ങൾ നൽകി വലുതാക്കിയപ്പോൾ നീതി ആയോഗ് 500 സ്ഥാനങ്ങൾ കുറച്ചു. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. 4 എക്സ്-ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. എല്ലാ പോയിന്റ്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം PYQ പോയിന്റ്സ് ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത PYQ പോയിന്റ്സുമായി കാണാം.